അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലേ. സൗന്ദര്യം ഇഷ്ടമില്ലാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല. നമ്മുടെ മുഖത്തുള്ള മുഖക്കുരു, അതുപോലെ തന്നെ മറ്റു കുരുകൾ, മുഖത്തെ കറുത്ത പാടുകൾ, മറ്റ് കൈകാലുകളിലെ കറുത്ത പാടുകൾ, അതുപോലെ തന്നെ പുണ്ണ്, ചൊറിച്ചിൽ, ഇങ്ങനെയുള്ള ചർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും ഷിഫയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഖുർആനിക മരുന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എല്ലാവർക്കുമുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ളതൊക്കെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകും. മുഖത്തെ കറുത്ത പാടുകളായിക്കോട്ടെ, മുഖക്കുരു ആയിക്കോട്ടെ, മറ്റെന്ത് ചർമ്മരോഗം ആയിക്കോട്ടെ, ചൊറിച്ചിലായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാം മാറാനുള്ള ഖുർആനിക മരുന്നാണിത്. അപ്പോൾ നമ്മുടെ ഈമാൻ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഖുർആൻ എന്ന് പറയുന്നത് ഷിഫ തന്നെയാണ്. പക്ഷേ എന്ത് വേണം, അതിലുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈമാൻ വേണം എന്നുള്ളതാണ്. നമുക്ക് ഈമാൻ ഉണ്ടോ, നമുക്ക് വിശ്വാസം ഉണ്ടോ, നമ്മൾ മുഅ്മിനാണോ എങ്കിൽ നമുക്ക് ഖുർആൻ ഷിഫയാണ്. നമുക്ക് മറ്റൊന്നും വേണ്ട, അത് തന്നെ മതി. അല്ലാഹു തആല നമ്മുടെ എല്ലാം മാറ്റിത്തരും. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അത് കാരണം, ഖുർആൻ കാരണം സോൾവ് ആക്കും, 100% ഉറപ്പാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതനുസരിച്ച് ചെയ്യണം. ആ ഒരു ഇത് അനുസരിച്ച് ചെയ്യണം. നമുക്ക് ഈമാൻ ഉണ്ടാവണം, നമ്മൾ മുഅ്മിനായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഖുർആനിക മരുന്ന്, ഖുർആനിക ഒറ്റമൂലി എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ യൂട്യൂബിന് മനസ്സിലാകും ഇത് അത്യാവശ്യം നല്ല വീഡിയോ ആണ്. അങ്ങനെ ഒരുപാട് പേരുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾ കാരണം അവർ വേറൊരു അമൽ ചെയ്യാൻ കാരണമായി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്കും അല്ലാഹു തആല അനുഗ്രഹങ്ങൾ വാരിക്കോരി തരും. അതുകൊണ്ട് തന്നെ എല്ലാ ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്തിലുള്ള ചർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും, പുണ്ണായിക്കോട്ടെ, കുരു ആയിക്കോട്ടെ, എല്ലാ രോഗങ്ങൾക്കും മാറാൻ വേണ്ടിയിട്ടുള്ള ഖുർആനിക ഒറ്റമൂലിയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നന്നായിട്ട് വുളൂഅൊക്കെ ഉണ്ടാക്കിയിട്ട് പറ്റുകയാണെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇതിൽ നിർബന്ധമായിട്ടുള്ള കാര്യമില്ല. പക്ഷേങ്കിലും നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്കത് നിസ്കരിക്കാം. അതും കൂടി നിസ്കരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതുണ്ടാക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഖലാഉൽ ഹാജത്തിന് നിസ്കാരമോ, ഏത് നിസ്കാരം വേണമെങ്കിൽ, ഏത് സുന്നത്ത് നിസ്കാരം വേണമെങ്കിൽ നിസ്കരിക്കുക. ഇനി അതല്ല നിങ്ങൾ വെറും 2 റക്അത്ത് വെറുതെ ഒന്ന് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. അതിനുശേഷം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫർള് നിസ്കാരത്തിന് ശേഷം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഞാനിപ്പം എന്താ പറയുക, ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും ചെയ്യണം കേട്ടോ. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് 5 നേരത്തെ ഫർള് നിസ്കാരത്തിന് ശേഷങ്ങളിൽ ഏതെങ്കിലും ഒരു 3 എണ്ണത്തിലൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നിസ്കാര ശേഷം എന്ന് പറയുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സുന്നത്ത് നിസ്കാരത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ഫർള് നിസ്കാരത്തിന് ശേഷമോ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വേണമെങ്കിലും ചെയ്യാം. ആദ്യം വുളുഅൊക്കെ എടുത്തിട്ട് നമ്മൾ സൂറത്തുൽ ത്വാഹയിലെ ഒരു 3 ആയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഏതൊക്കെയാണ് ആയത്ത്? സൂറത്തുൽ ത്വാഹയിലെ 105, 106, 107 ഈ 3 ആയത്തുകളാണ് കേട്ടോ. അപ്പോൾ ആ ആയത്തുകൾ ഞാൻ ഇവിടെ മുകളിൽ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഈ 3 ആയത്തുകൾ നമ്മൾ 7 തവണയാണ് ഓതേണ്ടത്. ഓരോ തവണ ഇവ 3ഉം കൂടി ഓതിയതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇഷ്ഫി 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 എന്ന് 3 തവണ മന്ത്രിക്കുകയും വേണം. ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം അടുത്ത സൂറത്ത് നമുക്ക് എടുക്കണം. അടുത്ത സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ കലമാണ്. സൂറത്തുൽ കലമിലെ 16 മുതൽ 20 വരെ ഉള്ള ആയത്തുകളാണ് നമ്മൾ ഓതേണ്ടത്. അതും ഞാനിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 7 തവണയാണ് ഓതേണ്ടത്. ഓരോ തവണ ഓതി കഴിയുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് തന്നെ ഇഷ്ഫി 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 എന്ന് 3 തവണ മന്ത്രിക്കുകയും വേണം. ഇനി ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇതിലുള്ള 20ാമത്തെ ആയത്തുണ്ടല്ലോ, ഈ 20ാമത്തെ ആയത്ത് നമ്മൾ ഓരോ തവണ ഓതുമ്പോഴും 7 തവണ ആവർത്തിച്ച് ഓതുക. അതായത് ഇപ്പം നമ്മൾ 16ാമത്തെ ആയത്ത് മുതൽ 20ാമത്തെ ആയത്ത് വരെ ഓതുകയാണ്. അങ്ങനെ 20ാമത്തെ ആയത്ത് എത്തുമ്പോൾ ഇത് വീണ്ടും 7 തവണ ഓതുക. അതായത് ഈ ഒരു ആയത്ത് മാത്രം വീണ്ടും 7 തവണ ഓതുക. 7 തവണ ഓതുക. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും ആദ്യം മുതൽ 16 മുതൽ ഓതുക. എന്നിട്ട് 20ാമത്തെ ആയത്തുമ്പോൾ 20ാമത്തെ ആയത്ത് മാത്രം 7 തവണ വീണ്ടും ഓതുക. അങ്ങനെ ഓതുക. എന്നിട്ട് ഓരോ തവണ ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇഷ്ഫി ഇഷ്ഫിന്ന് മന്ത്രിക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം, നമ്മൾ മന്ത്രിച്ച് കഴിഞ്ഞ വെള്ളം നമ്മൾ അല്പം കുടിക്കുക. ബാക്കിയുള്ളത് നമ്മുടെ കുരുള്ള ഭാഗത്തായിക്കോട്ടെ, മുഴകളുള്ള ഭാഗത്തായിക്കോട്ടെ, ഇനി മുഖക്കുരു ആണെങ്കിൽ മുഖക്കുരുള്ള ഭാഗത്തായിക്കോട്ടെ, കറുത്ത പാടുകളുള്ള ഭാഗത്ത് എവിടെ
വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, തേക്കാം. നമ്മുടെ ചർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും ഇത് ഷിഫയാണ്. അങ്ങനെ ഒരു ദിവസം 3 നേരമാണ് തേക്കേണ്ടത് പറഞ്ഞില്ല, 3 നേരമെങ്കിലും തേക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അല്ലാഹു തആല എന്തായാലും നമ്മുടെ രോഗങ്ങളൊക്കെ ഷിഫാക്കി തരും. നമ്മുടെ എല്ലാ കുറവുകളും അല്ലാഹു തആല നികത്തി തരും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും അല്ലാഹു തആല നീക്കി തരും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഈമാനുള്ളവർക്ക് ഖുർആൻ എന്താണ് ഭയങ്കര വലിയ ഷിഫ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല വിശ്വാസത്തോടു കൂടിയും ആത്മാർത്ഥതയോടു കൂടിയും ചെയ്യുക. എന്തായാലും അല്ലാഹു തആല ഇതിനൊരു മാറ്റം അല്ലാഹു തആല നമുക്ക് തരുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.